ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഒപ്പം കേറ്ററ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ ആഴത്തിലേക്ക് അല്ലെങ്കിൽ ഓരോന്നിനെയും ഇങ്ങനെ കീറി മുറിച്ച് പഠിക്കുന്നതിന് പകരം അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ ടൈറ്റിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബുദ്ധിസിദ്ധാന്തം, ഒരു ബുദ്ധിസിദ്ധാന്തമല്ല, ഒരുപാട് ബുദ്ധിസിദ്ധാന്തങ്ങളുണ്ട്, അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ക്വിക്കായിട്ടൊന്ന് മനസ്സിൽ കയറ്റിയെടുത്ത് പോകാൻ പോവാണ്, പഠിച്ച് തീർക്കാൻ പോവാണ്. ഓരോന്നിനും ഡെപ്തിൽ പിന്നീട് ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബുദ്ധിസിദ്ധാന്തത്തിൻ്റെ ബേസിക്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിസിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിസിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന ഏകഘടക സിദ്ധാന്തം അഥവാ യൂണിറ്ററി തിയറി ഓഫ് ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയുന്ന തിയറി ആയിരുന്നു ആദ്യഘട്ടങ്ങളുണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. നമുക്കത് ആരുടെങ്കിലും പേരുമായിട്ട് നിന്ന് ലിങ്ക് ചെയ്തല്ല കിടക്കുന്നത്. ഇങ്ങനെ ഒരു തിയറി ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും, ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പറയേണ്ടത് ദ്വിഘടക സിദ്ധാന്തത്തെക്കുറിച്ചിട്ടാണ്. 2 ഫാക്ടർ തിയറി. പേര് കാണുമ്പോൾ തന്നെ ദാ ഈ പുള്ളിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആരാത്? സ്പിയർമാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ്വിഘടക സിദ്ധാന്തം അഥവാ 2 ഫാക്ടർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, 2 ഫാക്ടർ തിയറിയുടെ വക്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സ്പിയർമാനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സ്പിയർമാനെ മറക്കരുത്. ആ സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങളുണ്ട്. ജി ഫാക്ടറും എസ് ഫാക്ടറും, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും, അല്ലെങ്കിൽ സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും. ഓർത്തിരുന്നു, ജിയും എസും. സ്പിയർമാൻ്റെ ബുദ്ധിശക്തിയിലെ 2 ഘടകങ്ങളെ ദ്വിഘടക സിദ്ധാന്തത്തിൽ 2 ഫാക്ടർ തിയറിയിലെ 2 ഘടകങ്ങൾ ജി ഫാക്ടറും എസ് ഫാക്ടറും. ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസ്സുകളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമായിരിക്കും. അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാണെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം കൂടിയാണ് ഇത് ദ്വിഘടക സിദ്ധാന്തം. ഓരോ വ്യക്തികളിലും ഈ 2 ഫാക്ടറുകളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്താണ്? ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി പഠിക്കുമ്പോൾ ജന്മസിദ്ധമായത് ഏത്? ജി ഫാക്ടർ. പൊതുവായ മാനസിക ശക്തി വിശേഷം ഏത്? ജി ഫാക്ടർ. സ്ഥിരമായത് ഏത്? ജി ഫാക്ടർ. എല്ലാ പ്രവർത്തനങ്ങളും കാണപ്പെടുന്നത് ഏത്? ജി ഫാക്ടർ. ഇമ്പോർട്ടൻ്റാണ് ജി ഫാക്ടറുകളുടെ പ്രത്യേകത. ജന്മസിദ്ധമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്, സ്ഥിരമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു. അത് ഇമ്പോർട്ടൻ്റാണ്. ജിയുടെ അളവ് കൂടിയ ആൾക്കാരിൽ ജീവിത വിജയം കൂടും. ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. സ്പിയർമാൻ്റെ 2 ഫാക്ടറുകൾ, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. ജനറൽ ഫാക്ടറിൻ്റെ പ്രത്യേകതകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജി ഫാക്ടറിൻ്റെ പ്രത്യേകതകൾ പെടുന്നതേത്, പെടാത്തതേത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്ത എസ് ഘടകത്തിൻ്റെ സവിശേഷതയിലേക്ക് വന്നാലോ? മറ്റത് ജന്മനയാണെങ്കിൽ ഇത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്നവയാണ്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരേപോലെ അല്ല പ്രവർത്തിക്കുന്നത്. എസ് ഘടകത്തിൻ്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കുന്ന സാധനമാണ് എസ് ഫാക്ടർ. ജന്മസിദ്ധമാണ് ജി ഫാക്ടർ. നോട്ട് ചെയ്ത് വെച്ചോ, ക്വസ്റ്റ്യൻ ആണ്. ബഹുഘടക സിദ്ധാന്തത്തിലേക്ക് വരാം അടുത്ത്. അപ്പോൾ സ്പിയർമാൻ്റെ ജിയും എസും കഴിഞ്ഞു. ഡീറ്റെയിലായിട്ട് ഓരോന്നിനെക്കുറിച്ചും പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ബുദ്ധിസിദ്ധാന്തത്തിൻ്റെയും ബേസിക്സ് ഇട്ട് തരിക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം നമ്മൾ അടുത്ത LP-UP എക്സാമിലേക്ക് മാർച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഇത് പഠിച്ച് തീർത്ത് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനം നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ മൾട്ടി ഫാക്ടർ തിയറി ഓർ അനാർക്കിക് തിയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവ് തോൺടൈക്കാണ്. തോൺടൈക്ക്. ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി തോൺടൈക്കിൻ്റേതാണ്. വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി. നിരവധി പ്രത്യേക ശേഷികൾ, അതാണ് ബഹുഘടക സിദ്ധാന്തം. മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആശയം ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അടുത്തത് സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരാം. അതായത് ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങളുണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം. ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഏത് തിയറിയാ? ഗ്രൂപ്പ് ഫാക്ടർ. തൊട്ട് മുമ്പ് പറഞ്ഞ ഏതായിരുന്നു, മാറിപ്പോലെ. അത് ബഹുഘടക സിദ്ധാന്തം, ഇത് സംഘഘടക സിദ്ധാന്തം. ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ബഹുഘടകത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? മൾട്ടി ഫാക്ടർ തിയറി. ഇതെന്താ? ഗ്രൂപ്പ് ഫാക്ടർ തിയറി. മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്.
ഇവിടെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? തേഴ്സ്റ്റൺ, മറ്റേത് തോണ്ടയ്ക്ക. ഇത് എപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്നതാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കേണ്ട സാധനമാണ്, ബേസിക് സാധനമാണ്. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് തേഴ്സ്റ്റൺ ആണ്. തേഴ്സ്റ്റൻ്റെ 9 പ്രാഥമിക ഘടകങ്ങളുണ്ട്. തേഴ്സ്റ്റൺ പറഞ്ഞതിലെ 9 പ്രാഥമിക ഘടകങ്ങളിൽ പെടാത്തതേത്? ദർശക ഘടകം വിഷ്വൽ ഫാക്ടർ, പെർസെപ്ച്വൽ ഫാക്ടർ ഇന്ദ്രിയാനുഭൂതി ഘടകം, വെർബൽ കോംപ്രിഹെൻഷൻ ഫാക്ടർ ഭാഷാധാരണ ഘടകം, ന്യൂമറിക്കൽ ഫാക്ടർ സംഖ്യാഘടകം, മെമ്മറി ഫാക്ടർ സ്മരണാഘടകം, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ പദസ്വാധീന ഘടകം. ഇപ്പോൾ എത്ര എണ്ണമായി? 6 എണ്ണമായി. ഇനി 3 എണ്ണം കൂടി ഉണ്ട്. തത്വാനുമാന യുക്തിചിന്തന ഘടകം ഇൻഡക്റ്റീവ് റീസണിങ് ഫാക്ടർ, അടുത്ത ഡിഡക്റ്റീവ് റീസണിങ് ഫാക്ടർ അഥവാ സമർത്ഥതയുടെ ശുക്തിചിന്ത ഘടകമാണ്. ദെൻ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം. ഒന്നുകൂടി നോക്കി, ഇംഗ്ലീഷാണ് പഠിക്കാൻ എളുപ്പം. വിഷ്വൽ, പെർസെപ്ച്വൽ, വെർബൽ, ന്യൂമറിക്കൽ, മെമ്മറി, വേർഡ് ഫ്ലുവൻസി ആൻഡ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും, ദെൻ പ്രോബ്ലം സോൾവിങ്. ഇതാണ് തേഴ്സ്റ്റൺ പറഞ്ഞ 9 പ്രാഥമിക ഘടകങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ട്രയാർക്കിക് തിയറി. ആരുടെയാ? സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി. ക്വസ്റ്റ്യൻ ഇതെല്ലാം പേര് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ട്രയാർക്കിക് തിയറി, സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തം. ബുദ്ധിയെക്കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്നതാണ് ട്രയാർക്കിക് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഇവിടെ ആന്തരിക ഭാവങ്ങളായ ചിന്തകളും നിത്യജീവിതത്തിലെ ബാഹ്യമായ പ്രകടനങ്ങളും എങ്ങനെ പരസ്പരം കൈകോർക്കുന്നുവെന്നും സ്റ്റേൺബർഗ് ഇതിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ട്രയാർക്കിക് സിദ്ധാന്തം. അപ്പോൾ അല്ലേ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരിക്കും ആ 3 എണ്ണം? നോക്കൂ. കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് അനലിറ്റിക്കൽ സ്കില്ലുകൾ ഉൾപ്പെടുന്ന ഘടകാംശ ബുദ്ധിയുടെ 3 തലങ്ങളിൽ ഒന്നാമത്തത്. ദെൻ അനുഭവാർജിത ബുദ്ധി, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി സ്കില്ല്. ദെൻ സന്ദർഭോചിത ബുദ്ധി, കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസ്. ഘടകാംശ ബുദ്ധി, അനുഭവാർജിത ബുദ്ധി, സന്ദർഭോചിത ബുദ്ധി, അങ്ങനെ 3 സാധനമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവിടെ തന്നെ എന്തെല്ലാമാണ് ഈ ഓരോ കാര്യം നോക്കാം. ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതാണ് കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്. ഘടകാംശം, ഓരോ ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിക്കൊണ്ട് വസ്തുക്കളെ വിശകലനം ചെയ്യുന്നതാണിത്. പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശേഷിയാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പുതിയ പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശേഷി എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്. സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായി പരിഹരിക്കാൻ അനുഭവാർജിത ബുദ്ധിയിലൂടെ കഴിയും. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ സിറ്റുവേഷനെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നു. ദെൻ കോമ്പോണൻഷ്യൽ ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ഉണ്ട്, അടുത്ത കോണ്ടെക്സ്ച്വൽ ഉണ്ട് അല്ലേ? കോണ്ടെക്സ്ച്വൽ ഉണ്ട് അടുത്ത സാധനം. അതെന്താണെന്ന് നോക്കാം. അവിടെ ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. ഇനി കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള കഴിവാണ്. ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക. അതാണ് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. സിറ്റുവേഷണൽ സ്മാർട്ട് എന്നും സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്നും അറിയപ്പെടുന്നതും ഈ കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് ആണ്. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതിൽ തൽപരരുമായിട്ടുള്ളവരാണ് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ട്രയാർക്കിക്കിനകത്തെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ബുദ്ധി സിദ്ധാന്തങ്ങളുടെ ഒരു ബേസ് കിട്ടുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിച്ചത്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. നമുക്ക് ഈ ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്തൊക്കെയുണ്ട്, ആരൊക്കെയാണ്, ആ പേരുകളെങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വായിക്കുക, റിപ്പീറ്റ് അടിച്ച് വായിക്കുക. കാണാപ്പാഠം പഠിക്കാനല്ല പറയുന്നത് ബൈഹാർട്ട് ഉദ്ദേശിച്ചത്. ആ വാക്കുകളെ കണക്ട് ചെയ്ത് പേരുകൾ, ഈ സൈക്കോളജിസ്റ്റുകളുടെ പേരുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ ഓരോ തിയറിക്ക് അകത്തുമുള്ള ചില ടേംസിൽ ഇപ്പോൾ ജി ഫാക്ടർ, എസ് ഫാക്ടർ, ട്രയാർക്കിക്കിനകത്ത് 3 എണ്ണം, അങ്ങനത്തെ ക്ലാസിഫിക്കേഷനുകൾ കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പഠിച്ച് മനസ്സിൽ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി ഓരോന്നിനെയും ഡെപ്തിൽ പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. യൂസ്ഫുൾ ആയ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. വീണ്ടും കാണാം. എല്ലാവർക്കും